ഡോലോസിനെ മുണ്ടെടുപ്പിക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോളെ. ഡോലു ഹാപ്പി ഓണം. യെസ്, ഫൈനലി ചോറ് നമ്മൾ ഇട്ടു. യെസ് ഡോൾ ബേബി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോളെ. ഹാപ്പി ഓണം. പക്ഷെ മമ്മിക്ക് ഹാപ്പി ഓണം ഇല്ല. കാരണം മമ്മിയുടെ മെയ് മാസം 31-ാം തീയതി എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹാപ്പി ഓണം ഇല്ല. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഞാൻ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി തരുന്ന അതിൽ സന്തോഷവതിയാവുന്നു എന്ന് മാത്രം. പക്ഷെ ഇന്ന് എൻ്റെ ഹാപ്പി ഓണത്തിൽ എൻ്റെ ഡോലിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ചു. പനിയുടെ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ട്. ഇച്ചിരി തല്ലിപ്പൊളിയാണ്, എങ്കിലും പാവമാണ്. അപ്പൊ അവൻ ഞാൻ മൊബൈൽ എടുത്തിട്ട് ഒരു ബിസിനസ്സിൽ എങ്ങനെയാണ് ബിസിനസ്സുകാരുടെ സമയം സ്വല്പം ഗ്യാപ്പ് കിട്ടുമ്പോൾ അവരുടെ കയ്യിലെ മൊബൈൽ എടുത്ത് അവർ പല പല കാര്യങ്ങൾ നോക്കുമല്ലോ. അതുപോലാണ് എൻ്റെ ഡോലുമോന് ഈ ഒരു ലോകത്തെ യാതൊരു കാര്യങ്ങളും അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇരുന്ന മൊബൈല് കണ്ട് ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുകയാണ്. നമ്മള് വ്ലോഗ് എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും ഒന്നും അവൻ അറിഞ്ഞിട്ടില്ല. എന്തുവാന്നാവോ ഇത്ര സീരിയസ് ആയിട്ടിരുന്ന് കാണും. ഓണമായിട്ട് അവനൊരു അനിയത്തിയുണ്ട്. ആ അനിയത്തിയെ അവൻ മുടിക്കൊക്കെ ഒന്ന് പിടിച്ചു അമ്മച്ചി ചെറുതായി ഒന്ന് വഴക്കൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മൊബൈൽ ആരെങ്കിലും ഒന്ന് പിടിച്ചായിരുന്നെങ്കിൽ അവന്റെ എക്സ്പ്രഷൻ കാണുമായിരുന്നു. തലയുടെ ഉച്ചയ്ക്ക് അമ്മച്ചി എണ്ണ പൊത്തിയല്ലോ. അപ്പൊ ഡെല്ലൂസിന്റെ ഫസ്റ്റ് ഓണമാണ് ഇന്ന്. ഡെല്ലൂസ് 3 months. ഇന്ന് 3 months ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ കുളിച്ച് റെഡിയായി ഫസ്റ്റ് ഓണം ആഘോഷിക്കാൻ പോവാണ് ഡെല്ലൂസോ. പൊന്നോ കുളിക്കാൻ പോവാന്നോ? ആണോ? ഇന്ന് ഓണമല്ലയോ? ഇലയിട്ട് അമ്മച്ചി ചോറ് തരാം. ഇച്ചിരി പപ്പടവും ചോറും ഇച്ചിരി നെയ്യും പരിപ്പും ഒഴിച്ച് ചോറ് തരട്ടെ? വേണോ? മോൻ തിന്നുവോ? കഴിക്കണേ. മോന് ആരുണ്ട്? പപ്പയുണ്ട്, മമ്മിയുണ്ട്, ഒരച്ചാച്ചനുണ്ട്. ഇല്ലയോ? ആ, എന്തുകൊണ്ട് വിശേഷം? അച്ചാച്ചൻ എന്താണ്ടിരിക്കുന്നേ? അച്ചാച്ചൻ ഇതൊന്നും അറിയുന്നില്ല. കുഞ്ഞിനെ മമ്മി നാളെ ഡ്യൂട്ടിക്ക് പോകുമോ? കുഞ്ഞ് ആരടുത്തിരിക്കും? അമ്മച്ചിയുടെ അടുത്ത് പാലും കുടിച്ചോണ്ടിരിക്കും. അഴുക്ക് കെട്ടാതെ. അച്ചാച്ചൻ വരുവാന്ന് എന്താ പറയും? അമ്മച്ചിയെ അച്ചാച്ചൻ വരുന്നേന്നും പറഞ്ഞോണ്ട് ഓടിക്കും. അപ്പൊ ഡോലൂസ് കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മള് ഡെല്ലൂസിനെയും കൂടെ കുളിപ്പിച്ച് കഴിയും. പിന്നെ ഞങ്ങളെല്ലാരും ഒരുങ്ങി ഓണസദ്യയൊക്കെ വിളമ്പി ഒരു ചെറിയ ഓണം ഇവിടെ അങ്ങ് ആഘോഷിക്കും. ഗൈസ്, ഡെല്ലൂസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങാൻ പോവാണ്. ഇപ്പോഴും ഡോലൂസ് ഫോണിൽ തന്നെ. കൊച്ചുകുട്ടികൾ ഫോൺ കാണാൻ പാടില്ല എന്നുള്ള കമന്റ് നിരോധിച്ചിരിക്കുന്നു. കാരണം എത്ര പറഞ്ഞാലും കേൾക്കില്ല. കണ്ടോ അവിടെ ഇതാണ് അവസ്ഥ. ഡോലൂസിനെ മുണ്ടെടുപ്പിക്കുന്ന സീനാണ് ഈ കാണുന്നത്. എത്ര പേരാ ഡോലുവിനെ മുണ്ടെടുപ്പിക്കാൻ? ഞങ്ങള് മുണ്ടൊക്കെ എടുത്ത് സെറ്റ് ആയല്ലോ. ഡോലു മുണ്ട്. ഡോലു ഹാപ്പി ഓണം. ആണ് ഞങ്ങളുടെ ബേബിയുടെ ഓണക്കൊടി. ഇപ്പൊ മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ കിടക്കാണ്. ഉയ്യോ, ഡോലു ഇപ്പൊ മുണ്ടെടുക്കാൻ പോവാണ്. ഡോലുവിന് മുണ്ട് വേണ്ടെന്നാണ് ഡോലു പറയുന്നത്. ഡോലുവിന് ജീൻസ് പാന്റ് മതി എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ മുണ്ട് എവിടെ പോവാ?
അങ്ങനെ ഒരുവിധം നമ്മൾ മുണ്ടും നേരിയതും ഒക്കെ ഉടുപ്പിച്ചിരിക്കുകയാണ്. മുണ്ടും നേരിയതും ലോലിപ്പോപ്പും. എന്തുവാ എവിടെ നിക്കേ മാവേലിയ പൂപ്പനാണ്. മാവേലിയ പൂപ്പൻ കഥകളിക്ക് എങ്ങനെയാ നിൽക്കുന്നത്? അത് കഴിഞ്ഞ് നമ്മുടെ ബേബി ഡെല്ലൂസിന് ഇന്ന് 3 months ആവുകയാണ്. അതായത് തിരുവോണത്തിൻ്റെ അന്ന് തന്നെയാണ് അവൾക്ക് 3 മാസം ആയത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ ഓണക്കോടി ഇടുന്നതിന് മുൻപ് ആ മുണ്ടക്കി കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. കഴിഞ്ഞ 2 മാസവും നമ്മളതിന് വ്ളോഗൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഓണം ആയതുകൊണ്ട് അതിനൊന്നും ടൈം കിട്ടിയില്ല. ഗായ്സ്, ഇനി ഞാൻ റെഡിയാവാൻ പോവാണ്. ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ്, കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റെഡി ടു വിയർ സാരി ഫ്രം യാമിയ ഡിസൈൻസ്. ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ തയ്പ്പിച്ചെടുത്ത ബ്ലൗസാണ്. ഇനി ഞാൻ ഇത് ഉടിച്ചിട്ട് വരാം. ഓക്കെ. റെഡി ടു വിയർ പേര് പോലെ തന്നെ ഭയങ്കര എളുപ്പമായിരുന്നു റെഡിയാകാൻ. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് കൊണ്ട് ഞാൻ സാരി ഉടുത്ത് റെഡിയായി ഇങ്ങ് വന്നു. അപ്പോഴേക്കും അവിടെ എല്ലാവരും ഇലയൊക്കെ വിളമ്പി സദ്യ വിളമ്പാനുള്ള ഒരുക്കത്തിലായിരുന്നു. എന്നിട്ടും ഡോലു ഇലയൊന്നും ഫ്രണ്ടിൽ വന്നിട്ട് ഇതൊന്നും അറിയാതെ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഡെല്ലൂസ് ഇവിടെ ഇങ്ങനെ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്തോ ഒരു സൗണ്ട് കേട്ട് പാവം ഒന്ന് ഞെട്ടി ഉണർന്നതാണേ അത്. എന്നിട്ട് വേഗം തന്നെ വീണ്ടും ഉറങ്ങാൻ പോയി. ഈ ഓണസദ്യയുടെ ഫുൾ ക്രെഡിറ്റും മമ്മിക്ക് തന്നെയാണ്. ഇന്നത്തെ ഓണസദ്യ എല്ലാം മമ്മി തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസൊക്കെ അവൻ്റെ ഇലയുടെ ഫ്രണ്ടിൽ വന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഫോൺ തന്നെ ഇങ്ങ് കൊണ്ടു തന്നു. അത് കഴിഞ്ഞ് എല്ലാവരുടെയും ഇലയിൽ നിന്നും ചിപ്സും ശർക്കര വരട്ടിയും അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടതെല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ ഓണം ഇവിടെ ദുബായിൽ തന്നെയാണ്. ഓണത്തിന് അങ്ങനെ നമ്മൾ വെക്കേഷൻ എടുത്ത് നാട്ടിലൊന്നും പോകാറില്ല. പിന്നെ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രം തട്ടിക്കൂട്ട് ഓണസദ്യയൊക്കെ ഉണ്ടാക്കി ഇവിടെ ചെറിയ രീതിയിലങ്ങ് കൂടുമായിരുന്നു. ഇപ്രാവശ്യം മമ്മി ഉണ്ടായതുകൊണ്ട് നമുക്ക് നാട്ടിലെ പോലെ തന്നെ അതേ ഫീല് കിട്ടി. എല്ലാ കറിയും ഒന്നുപോലും മിസ്സാക്കാതെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് നല്ല ഒരു ഓണസദ്യ തന്നെ കഴിക്കാൻ കഴിഞ്ഞു. കൂടാതെ നമ്മുടെ ഡോലൂസും ഡെല്ലൂസും ഒക്കെ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഓണം കൂടിയായിരുന്നു ഇത്. പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയും കഴിഞ്ഞു, 2ാമത്തെ ആഴ്ചയും ആകാറായി. ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയത്. കാരണം തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യുകയായിരുന്നു. അതുവരെ കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു. സോ പിന്നീട് എനിക്ക് അങ്ങോട്ട് എഡിറ്റ് ചെയ്യാനേ ടൈം കിട്ടിയില്ല. പിന്നെ നമ്മുടെ ടി വിയിലൊരു ചേച്ചി അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത് കണ്ടോ? അത് വീഡിയോ എടുക്കുമ്പം ടി വിയുടെ സൗണ്ട് ഇനി വീഡിയോയിൽ വരണ്ടോയെന്ന് ഓർത്തിട്ട് അന്നേരം ഒന്ന് സ്റ്റക്കാക്കിയതാണ്. പിന്നെ അതിൻ്റെ കാര്യം എല്ലാവരും അങ്ങ് മറന്നുപോയി. ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കറികളും വിളമ്പിയതിന് ശേഷം എല്ലാവരും ഒരുമിച്ച് ഓണസദ്യ കഴിക്കാനിരുന്നു. അപ്പോൾ ഇതുവരെ ഇട്ടിരുന്ന ഡ്രസ്സ് മാറ്റി മമ്മി വേഗം വേറൊരു ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അറിയാതെ ഒരു സാമ്പാറിൻ്റെ പാത്രത്തിൽ കയറി ഇരുന്നു പോയി. അതുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ ഒന്നിൻ്റെ കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മമ്മി അടുക്കളയിലേക്ക് പോയത്. എന്നിട്ട് നല്ല അടിപൊളി ഒരു പായസം കൂടി ഇങ്ങ് കൊണ്ടുവന്നു. ഇപ്പോഴല്ലേ നമ്മുടെ ഓണസദ്യ അങ്ങ് കംപ്ലീറ്റ് ആയത്. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഓണസദ്യയൊക്കെ കഴിച്ചതിന് ശേഷം അവരവരുടെ പണികളിലേക്ക് ഏർപ്പെട്ടു. ഡോലുവിൻ്റെ ഫോൺ എടുത്തു, അച്ചാച്ചൻ്റെ ഫോൺ എടുത്തു. പാവൻ ഡെല്ലൂസ് ഇനി എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കാതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്ലാൻ മറ്റൊന്നുമല്ല, അപ്പം അതുപോലെ തന്നെ റീൽസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, ഇത് തന്നെ. അപ്പം ഞാനിങ്ങനെ കോറിഡോറിലോട്ട് ഇറങ്ങി വന്ന് കുറച്ച് റീൽസിന് വേണ്ട ക്ലിപ്സും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ റൂമിലെ എൻ്റെ ഫ്രണ്ട് വിനീഷ, അവരുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നല്ല അടിപൊളി ഒരു അത്തപ്പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരുന്ന് പൂവിടുന്നത് പോലെയൊക്കെ ഒന്ന് പോസ് ചെയ്ത് ആക്ട് ചെയ്ത് നല്ല കുറച്ച് വീഡിയോ ക്ലിപ്സ് അവിടെ നിന്നും കിട്ടി. താങ്ക് യു വിനീഷ ഫോർ ദ അത്തപ്പൂക്കളം. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.